ഒരു പത്രം കിട്ടാൻ എന്താ വഴി? ഒക്കെ ഞാൻ സംഘടിപ്പിച്ചു തരാം. സുഖേട്ടനൊന്നും അറിയണ്ട. ഓ, ഒരു ജീവപര്യന്തം ശിക്ഷ കഴിഞ്ഞ് ജയിലിൽ നിന്ന് ഇറങ്ങിയ പോലുണ്ട്. ഇനി നമ്മുടെ ഉള്ളതും ഇല്ലാത്തതും നമ്മൾ മാത്രം അറിഞ്ഞാ മതിയല്ലോ. സുഖേട്ടാ, സുഖേട്ടന് കുറച്ചു ദിവസം ലീവ് എടുത്തൂടെ? അവിടുന്ന് സുഖേട്ടന്റെ ഒരു കാര്യം എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ല. വല്ലാണ്ട് മെലിഞ്ഞുപോയി, ഒത്തിരി കറക്കുകയും ചെയ്തു. ഞാൻ ആദ്യമേ കറുപ്പായിരുന്നില്ലേ? ആര്? സുഖേട്ടനോ? കൊള്ളാം. എന്നെ പെണ്ണ് കാണാൻ വരുമ്പോ നല്ല വെളുത്തിട്ടായിരുന്നു. ഇപ്പൊ വെയിലുകൊണ്ട് ആകെ വാടിപ്പോയില്ലേ. കുറച്ചു ദിവസം എണ്ണയും കുഴമ്പൊക്കെ ഇട്ട് കുളിച്ച് വിശ്രമം എടുക്കണം. എന്തേ? അല്ല, ഞാൻ ഓർക്കായിരുന്നു, സുഖേട്ടനെ ഞാൻ ആദ്യമായിട്ട് കാണുമ്പോ ഞാൻ വിചാരിച്ച സിനിമയിലുള്ള മമ്മൂട്ടിയാണെന്നാ. അയ്യോ, സത്യമായിട്ടും ആ ശബ്ദവും ഗാംഭീര്യവും എല്ലാം. മമ്മൂട്ടി കുറെ കൂടെ ഹൈറ്റ് ഒക്കെ ഇല്ലേ? ആ ഒരു വ്യത്യാസമല്ലുള്ളൂ. ഇപ്പഴും ചില സൈഡിൽ കൂടെ നോക്കുമ്പോ സുഖേട്ടൻ തനി മമ്മൂട്ടിയാ. കുറച്ച് എക്സസൈസ് ഒക്കെ എടുക്കണം. വേണം. ഈ വീടിന് 850 രൂപയാ വാടക. ഓ, അത്ര കൂടുതലൊന്നുമില്ല. അതിന് മാത്രമുള്ള സൗകര്യങ്ങളും ഇല്ലേ? എങ്ങനെ കൊടുക്കുമെന്നാ? ഒക്കെ നടക്കും. മോളെ നീക്ക്. നേരെ എത്രയെന്നറിയോ? നീക്ക്.